പരൽമീനിന്റെ കണ്ണുകൾ, ഇല്ലേ തക്കാളിപ്പഴ കവിളുകൾ, എന്നെ തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ, ഇല്ലേ താമര വള്ളി പോലുള്ള കഴുത്ത്, ഇല്ലേ ചെങ്കതളിക്കുടം കളഞ്ഞല്ലോ. അവനത് പറഞ്ഞു. അമ്മവരോട് ഞാൻ എങ്ങനെ പറയും? എനിക്ക് വർണ്ണിക്കാൻ വയ്യ. വർണ്ണിക്കണ്ട, ചുരുക്കി പറഞ്ഞാൽ അവളൊരു കലക്കൻ ചരക്ക. കൂടുതലൊന്നും പറയണ്ട. അവള് കോളേജ് വിട്ട് വരാൻ സമയമായി. ഏതായാലും കാണാൻ പോവല്ലേ. നിങ്ങളുടെ സെലക്ഷൻ മോശമാവാൻ വഴിയില്ല. എവിടെ ഏതേ എന്താണ് മിണ്ടാത്തത്? വളയ്ക്കാണോ? വളയ്ക്കണ്ട, ഒടിക്കാം. ഓരോന്നിനെ കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു. പരൽമീനിന്റെ കണ്ണു പോലും ചത്ത മീനായിരിക്കും. ഒട്ടിയ കവിളും കോണിയ ചിറിയും. നിനക്കൊക്കെ ഒരു ഒരു സൗന്ദര്യബോധമുണ്ടോ? എന്തൊക്കെയായാലും എനിക്കിത് മതി. എനിക്കും ഇത് മതി. എനിക്കും. അമ്മാവന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് സൗന്ദര്യം കാണുന്നത് വല്ല തൈക്കളവികളിലും ആയിരിക്കും. ഞങ്ങൾക്കത് പറ്റില്ല കേട്ടോ. മലയാളത്തിൽ പറയണേ ഒരു സാഹിബ്. സൗന്ദര്യത്തിന്റെ കാര്യം പോട്ടെ, അവളെ കാണുന്നതേ ഒരു അവലക്ഷണമാണ്. നിങ്ങൾക്ക് ഒരു തരത്തിലും ചേരൂല. അതുകൊണ്ടാ. അത് ഞങ്ങൾ സഹിച്ചോളാം. സത്യം പറയണം, ഞങ്ങളെ വെട്ടിയിട്ട് അമ്മാവൻ സ്വന്തമായിട്ടൊരു ലൈൻ ഇടാനുള്ള പരിപാടിയല്ലേ? എന്നാലേ വിവരം അറിയും. അവള് ഞങ്ങളുടെ പെണ്ണ. അവളാര് പാഞ്ചാലിയോ? എല്ലാത്തിനും ഒന്നിച്ച് കെട്ടി തൂക്കിട്ട് നടക്കാൻ. അതെന്റെ ഭാഗ്യം പോലിരിക്കും. അല്ല, നമ്മുടെ ഭാഗ്യം പോലിരിക്കും. കിട്ടുന്നവന് ബാക്കി രണ്ടുപേരും വഴിമാറി കൊടുക്കും. നിങ്ങളൊക്കെ നല്ല തറവാട്ടി പറഞ്ഞ കുട്ടികളാ. അവളെ കണ്ടിട്ട് ഒരു തറവാട്ടി പറഞ്ഞ ലക്ഷണമില്ല. തറവാട് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം അത് കൊടുക്കാന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ കൂടെ കൂടുന്ന പെൺകുട്ടിക്ക് നല്ല ജീവിതമോ? ഊരാണമ്മ, ഊരാണ് കേട്ടാ. ചുമ്മാ ഇരുന്ന് ഞങ്ങൾക്ക് ആശയം നിന്നിട്ട് ഞങ്ങൾക്ക് അതിനുള്ള വഴി പറഞ്ഞു തരാതെ വലിയുള്ള ഭാവമാണെങ്കിൽ അതുവാ. അല്ല, ചുമ്മാ ഊരാണ്. ഞാൻ നിങ്ങൾക്ക് നല്ലതേ പറഞ്ഞു തരൂ. അവളുടെ ജാതി എന്താണെന്ന് അറിയാമോ? ഇല്ല. മതം എന്താണെന്ന് അറിയാമോ? പ്രശ്നമല്ല. ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് അറിയാമോ? കണക്കാക്കുന്നില്ല. പോട്ടെ, അവളുടെ തന്ത ആരാണെന്ന് അറിയാമോ? ഏത് കഴിവറയുടെ മോനായ ഞങ്ങൾക്കെന്താ? അപ്പോ അയാൾ വല്ല പട്ടാളക്കാരനാണെങ്കിലോ? പട്ടാളമല്ല, ഇനി ഏത് കോപ്പാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു പുണ്ണാക്കുമില്ല. വേണ്ടി വന്നാൽ ഇരുട്ടുവാക്കിന് 4 പെരുമാറുകയും ചെയ്യും. നീ പെരുമാറും. വേണ്ടി വന്നാൽ അതിന് അമ്മാവന്റെ ചൂടാവണത്. അമ്മാവല്ലേ പറഞ്ഞു ഒരു പെണ്ണെ കാണിച്ചാൽ ഒതുക്കി കൈ തരാമെന്ന്. എന്നിട്ടിപ്പോ കാല് മറന്നു. നിങ്ങളുടെ ഭാവം കണ്ടാ തോന്നുന്നില്ല അത് നിങ്ങളുടെ മോളാണെന്ന്. എന്റെ മോളാ. കാര്യമായിട്ട് തന്നെ. അപ്പോ കേസ് കെട്ട് അങ്ങനെയാണല്ലേ? വഴിയെ പോകുന്ന പെമ്പിള്ളേരുടെ ഒക്കെ പുറകെ നടന്നിട്ട് ഇപ്പൊ സ്വന്തം ദേഹത്ത് കൊണ്ടപ്പോ വേദന ഉണ്ടല്ലേ? കുറച്ച് വേദനയുണ്ട്. എന്നാലേ ഞങ്ങൾക്കൊട്ടുമില്ല. ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ പിന്നോട്ടില്ല. ഐ ലൈക്ക് ഹർ. ഞങ്ങളും മുന്നോട്ട് തന്നെ. പിള്ളേരെ, കാര്യമായിട്ട് പറയുക, കളിക്കരുത്. കളിയല്ല, കാര്യം. വേണ്ടി വന്ന വീട്ടിനകത്തൊരു കാര്യം ഒന്ന് പെരുമാറും. പെരുമാറാൻ ഫലം വാസുവാന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ അളിയന എടുത്ത് സൂപ്പായി കളയും. 3 ഫലി കയറ്റും. എന്റെ ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഹൃദയം മാത്രമല്ല, കയ്യും കാലം മുഖമൊക്കെ നഷ്ടപ്പെടാൻ പോവാ. വരട്ടല്ലേ വരട്ടല്ലേ. എന്താണ് വരട്ടിയാല്? വരുംകാലം മരുവാനാണ് ഞാൻ. തീർന്നു. ഇനി ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. Yes, no. Oh, Hindi master le. Oh, you're great. 10
മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കൃത്യമായി 9:55 ഓ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പ്ലീസ് കം ഇൻ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. സിറ്റ് ഡൗൺ. ഞാൻ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ്. ഇക്കാലത്ത് കൃത്യനിഷ്ഠമുള്ള ആൾക്കാരെ കാണുന്നത് വളരെ വിഷമമാണ്. എന്റെ അച്ഛനും വലിയ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു. ആ തോന്നി. ബ്ലഡിലുള്ളതാണ്. 10 ഗുണം 10 ഗുണം. സാർ, എന്റെ മോളുടെ ഹിന്ദി വളരെ വീക്കാണ്. നന്നായി നന്നായി ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്റെ വല്യച്ഛൻ ഒരു ഉത്തർപ്രദേശുകാരനായിരുന്നു. ഒരു ഹിന്ദി ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത്. സാറിന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി സാറിന് ഒരു നോർത്ത് ഇന്ത്യൻ കട്ട്. രാജേഷ് ഖന്ന എന്ന് പറയുന്ന ഒരു ഹിന്ദി നടനെ പറ്റി കേട്ടിട്ടുണ്ടോ? യെസ്, കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്റെ ഒരു അമ്മാവനാ വകയിൽ. ആണോ? എന്റെ മോൾ ഇത് കേട്ട അന്തം വിടും. വിടട്ടെ. സത്യത്തിൽ രാജേഷ് ഖന്ന അമ്മാവനാണ് എന്നെ ശരിക്കും ഹിന്ദി പഠിപ്പിച്ചത്. അയ്യോ, അപ്പോ എന്റെ മോളുടെ ഭാഗ്യം തന്നെ. സാറിന് വലിയൊരു ഫീസ് തരേണ്ടി വരുമല്ലേ? ഫീസ് എനിക്കൊരു പ്രശ്നമല്ല. എന്റെ സ്റ്റുഡന്റ് വളരെ നന്നായിരിക്കണം. പിന്നെ ഈ ഹിന്ദി ഒരു രാഷ്ട്രഭാഷയാണല്ലോ നമ്മുടെ. ഈ രാഷ്ട്രഭാഷ നന്നായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം തന്നെ. ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് ഹിന്ദി സാറിന്റെ കാര്യം. ഇങ്ങനെ ഒരാളെ കിട്ടാനായിരിക്കും ഇത്രയും നാൾ വൈകിയത്. പിന്നെ എനിക്ക് എന്റെ സ്റ്റുഡന്റിനെ കാണാൻ നേരമായി. ഓ 10 o'clock. കൃത്യനിഷ്ഠ. മോളെ മീനു, ഹിന്ദി മാസ്റ്റർ വന്നിരിക്കുന്നു. വേഗം ഒരു പുസ്തകം വാ. പിന്നെ രാജേഷ് ഖന്ന അമ്മാവന്റെ കാര്യം എന്റെ സ്റ്റുഡന്റിനോട് ഇപ്പൊ പറയണ്ട. കുട്ടി ഭയപ്പെടും. അത് നമുക്ക് പിന്നെ പറയാം. യു ആർ റൈറ്റ്, യു ആർ റൈറ്റ്. മീനു, ഇതാണ് ഹിന്ദി മാസ്റ്റർ രാജേഷ്. ഞാൻ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. ഭക്ത ഖന്ന. യെസ്, ഭക്ത ഖന്ന. അപ്പോ നമുക്ക് തുടങ്ങാം പന്ന സാറേ. ഖന്ന. സോറി, ഖന്ന സാറേ. ആദ്യം വെറും പരിചയപ്പെടൽ. സ്റ്റുഡന്റിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നാളെ ക്ലാസ് തുടങ്ങാം. എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ടേ. ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് ബികോമിന്. അപ്പോ കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, നാളെ കാണാം. ഹം ചല. ഞാൻ പോകുന്നു. ഐ സി. ഞാൻ പറഞ്ഞുതരാം. മാഞ്ഞു പോയതാ. ഓ അത് ശരി. അല്ല സാറ്, ഞാൻ മേജർ നായരുടെ മകളെ മകളെ ഹിന്ദി പഠിപ്പിക്കാൻ വന്നതാ. മകളോ? അങ്ങനെ ഒരു മകളില്ലല്ലോ. മേജർ നായർ എന്റെ അച്ഛനാ. ഓ അത് ശരി. ഞാൻ അദ്ദേഹത്തിന്റെ ഒറ്റ മോനാ. ഹിന്ദി ക്ലാസ് എനിക്കാ. പക്ഷേ എന്റെ അമ്മ സ്മോൾ പോക്സ് വന്ന് കിടക്കുക. ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. സാറിന്റെ വീട്ടിൽ ക്ലാസ് എടുക്കാൻ അങ്ങനെ എനിക്ക് അതാ സൗകര്യം. എക്സാം എടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് ക്ലാസ് എടുത്ത് തീർക്കണം. കിനാരെ, ഒരു പുഴയുടെ കരയിൽ, ഒരു പുഴയുടെ കരയിൽ. ആ ഏക് നദി കെ കിനാരെ ഒന്ന് എഴുതിയാട്ടെ. ഇതായല്ല. അത് തന്നെ, അങ്ങനെ തന്നെ, അത് തന്നെ. ഇനി നാളെ പോരെ മാസ്റ്റർ? അല്ല, നാളെ മാസ്റ്റർ വരണ്ട. നാളെ എനിക്കൊരു പാർട്ടിക്ക് പോണം. എന്ത് പാർട്ടി? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടണ്ട. എന്ത് പാർട്ടി? ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി. എവിടെ വെച്ചാ? പഠിപ്പിക്കാൻ സമ്മതിക്കില്ലേ? തനിക്ക് വേറെ ജോലിയില്ലേ? ലോഡ്സ് ഐസ്ക്രീം പാർലറിൽ വെച്ചാ. മറ്റന്നാൾ മാസ്റ്റർ വരുമോ? മറ്റന്നാൾ ഞാൻ വരാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതിയോ? എന്റെ മൂടും പോയി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ പ്രേം. സാറിന് തരാൻ വേണ്ടി ഒരു ചേച്ചി തന്നെ അയച്ചതാ. ഏത് ചേച്ചി? എഴുത്തിലുണ്ട്. കുട്ടി വെക്കോളൂ.
ജന്മദിന ആശംസകൾ നേരുന്നു. ക്ഷണിക്കപ്പെടാത്ത ഈ അതിഥിയോട് ദേഷ്യം തോന്നരുത്. തനിച്ചാണെന്ന് തോന്നാൻ എന്താണ് കാരണം? മനസ്സിന്റെ മൃദുലമായ വാതായനങ്ങൾ തുറന്നിട്ട് നോക്കൂ. സ്നേഹത്തിന്റെ കാലൊച്ച കേൾക്കുന്നില്ലേ? ആരാണെന്ന് അറിയുന്നത് ഇഷ്ടമാണെങ്കിൽ ഈ സായാഹ്നം എനിക്ക് തരൂ. കറുപ്പും ചുവപ്പും വേഷം ധരിച്ച് ലോഡ്സ് ഐസ്ക്രീം പാർലറിൽ കാത്തിരിക്കും. വരുമോ? പ്രേമിനെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി. എങ്ങോട്ടാ? ഞാൻ കെമിസ്ട്രിക്ക് ട്യൂഷൻ ഏർപ്പാട് ചെയ്തിരിക്കാം. ഇനി ഇങ്ങനെ നടന്നാ പറ്റില്ല. ഇത്തവണ പാസ്സാവണം. ആരാ ട്യൂഷൻ എടുക്കുന്നത്? അതെന്തിനാ നീ അറിയുന്നത്? ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? അങ്ങനെയല്ലോ നമ്മൾ ഇതുവരെ കഴിഞ്ഞു പോകുന്നത്. ഇനി അത് പറ്റില്ല. ജീവിതം നിങ്ങളെ പോലെ വെറും ഒരു തമാശയെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല. എന്തോ വല്ലതും പറഞ്ഞോ? എടാ അലവലാതി, പുണ്യവാഞ്ചമേ, സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്നെ അങ്ങ് പൊളുത്തി കളയൂ. എടാ, ഒരു പെണ്ണിനെ കേട്ടപ്പോ മനസ്സിലായടാ നിന്റെ തനിരൂപം. അന്നവളുടെ മുമ്പിൽ വെച്ച് എന്നെ യൂസ്ലെസ് എന്ന് വിളിച്ചില്ലേ? മറന്നിട്ടില്ലേ ഞാൻ? അങ്ങനെ നമ്മൾ മുമ്പും പലതും വിളിക്കാറുണ്ടല്ലോ. അതുപോലെയാണോ ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ച്? അതും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ച്. എന്താ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന? എന്താ കാണാമല്ലോ ആരെയൊക്കെയാ വളയുന്നു. നിങ്ങൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ തമ്മിൽ തല്ലണത്? അവരവരുടെ കഴിവല്ല എന്നറിയാമല്ലോ. ഈ ഒളിച്ചു കളിക്കാനില്ല. ഇപ്പൊ ഇവൻ ട്യൂഷൻ എന്ന് പറഞ്ഞു പോകുന്നില്ലേ? ശുദ്ധ കളവാ. ആ ലോഡ്സിന്റെ ഐസ്ക്രീം പാർലറിൽ മീനുവിനെ കാണാൻ വേണ്ടി പോവുക. ഞാനും അങ്ങോട്ട് തന്നെ. എന്നെ മണ്ടനാക്കാൻ നോക്കണം. നീ പറഞ്ഞ സത്യമാണോ? സത്യമായിരിക്കും. സത്യവാൻ പറഞ്ഞതല്ലേ. അന്ന് ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് മരിച്ചു പോയെന്നും പറഞ്ഞ് ഇവൻ എവിടെയാ പോയതെന്ന് നമുക്കറിയാലോ. എന്തിനാ ഇങ്ങനെ സ്വന്തം പല്ലുകുത്തി നാറ്റണത്? മീനുവിനെ കാണാനാണെങ്കിൽ ഞാനും ഉണ്ട്. ചേടാ, അവക്ക് ഇഷ്ടമുള്ള ആളെ അവള് സ്നേഹിക്കട്ടെ. ആ, പക്ഷേ നമ്മൾ 3 പേര് ഒരുമിച്ച് പോയി അവളെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ല. അതാ പറയുന്നത്. നീ അവൾക്കൊരു ശല്യമാണ്. നീ അവിടെ നിങ്ങൾ പോകുന്നുള്ള കാര്യം ഉറപ്പാണോ? ഉറപ്പാ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനും വരാം. സാറിനൊരു ഫോൺ വന്നിട്ടുണ്ട്. ഞാൻ ഒരു ഒറ്റ അടി നിന്റെ കരട കുറ്റിക്ക് വെച്ച് തന്നാൽ പല്ല് താഴെ കിടക്കും. മേ തുംകോ ഏക്ക് തപ്പട് മാർക്കേ ദാന്ത് ബാഹർ ഗിരാദൂങ്ക. ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞതാ. അത് ശരി. അപ്പോ ഏക്ക് തപ്പട് മാർ എന്ന് പറഞ്ഞാൽ എന്താ? കരണ കുറ്റിക്ക് അടി. ഏക്ക് തപ്പട് മാർ കരണക്കുറ്റിക്കടി, ഏക്ക് തപ്പട് മാർ കരണക്കുറ്റിക്കടി, ഏക്ക് തപ്പട് മാർ കരണക്കുറ്റിക്കടി. ഇനി പൊതുവായിട്ടുള്ള ചില ഹിന്ദികൾ സംശയങ്ങൾ ചോദിച്ചോട്ടെ മാസ്റ്റർ? ചോദിച്ചോളൂ. ഈ സ്നേഹം, പ്രേമം എന്നൊക്കെ ഉള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ മാഷെ? പ്യാർ, മൊഹബത്ത്. പാർ പാർ പാർ. പാറല്ല, പ്യാർ പ്യാർ പ്യാർ. ആ, പ്യാർ മനസ്സിലായി. അപ്പോ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാ? ആരോട് പറയാനാ? ആരോടും പറയാനല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാലോ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മേ തുംസെ പ്യാർ കർത്താ ഹൂം. മേ തുസേ? ഓ, മേ തുസെ അല്ല, മേ തുംസെ പ്യാർ കർത്താ ഹൂം. मैं तुमसे प्यार करता हूँ. मैं तुमसे प्यार करता हूँ. കൈ പുറകെ കിട്ടണോ? നന്ദിയില്ലാത്തവൻ എങ്ങനെയാണോടാ പഞ്ച പിടിക്കുന്നത്? വിടടാ. ഗുരുവിനല്ല ഞാനും ചെയ്തത്. എടാ, ഗുരുവിന് എന്തും ചെയ്യാം, പക്ഷെ നിനക്ക് ശിക്ഷ ഉണ്ട്. എണീക്കടാ, എണീക്കടാ, എണീക്കടാ. 100 ബൈറ്റോ എടുക്കടാ. 100 എടുക്കടാ. 100 ബൈറ്റ്. 1 2 3 നിർത്തരുത്. 4 എക്സ്ക്യൂസ് മീ, കുഡ് യു ഗെറ്റ് മീ സം വാട്ടർ പ്ലീസ്? കുറച്ച് വെള്ളം. എന്താണ് ഇത്? വെള്ളം. നിന്റെ ഞാൻ വെള്ളം ചോദിച്ചോ? ഇല്ല, പക്ഷെ മീനും അകത്തുവെന്ന് പറഞ്ഞു. ഗോപേട്ട, ആ പുറത്തു നിന്ന് കോപ്രാണ്ടി കാണിക്കുന്ന മനുഷ്യന് കുറച്ച് വെള്ളം കൊടുക്കൂന്ന്. അവൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചതാ. എന്തടി നിനക്കൊണ്ട് കൊടുത്താലും?
അപ്പോൾ അവള് പറയുവാ ഛീ ആ കൊരങ്ങനെ മുമ്പിലേക്ക് ഞാൻ ഇല്ലെന്ന്. അയ്യോ അത് നീ ആയിരുന്നില്ല, ഞാൻ അപ്പോ അറിഞ്ഞില്ല. നിങ്ങൾ തമ്മില് വല്ലാതെ എങ്കിൽ അടുത്തല്ലോ. പോടാ, അങ്ങനെയൊന്നുമില്ല. സ്നേഹിച്ചാ സ്നേഹിക്കും. കേവലം പാഠപുസ്തകങ്ങളെ മാത്രം അവലംബിച്ച് ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിയില്ല. ഹിന്ദിയിൽ നല്ലൊരു അടിത്തറ നമുക്ക് കെട്ടിപ്പടുക്കണം. मैं तुमसे प्यार करता हूं. അർത്ഥം അറിയോ? അറിയാലോ. പറയൂ, കേൾക്കട്ടെ. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടണമെന്നല്ല, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മനസ്സിലായോ? എന്താ പറഞ്ഞത്? പറയൂ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മുതിർന്നവരെ നിന്നെ എന്ന് വിളിക്കരുത്, നിങ്ങളെ എന്ന് പറയൂ. പറയൂ പറയൂ പറയൂ. ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു. मैं तुमसे प्यार करती हूँ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നീ വരില്ലേ? നീ വരില്ല? Stupid. Get out from my classroom. എന്താ മാസ്റ്റർ? വായിലും മൂക്കിലും പൊടി കയറില്ലേ? എപ്പോ നോക്കിയാലും ഒരു ചൂലിന്റെ ശല്യം. മീനു ഈ ചൂലിനോട് കടന്നു പോകാൻ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടോ, എന്താ പറഞ്ഞത്? മീനു എന്ത് പറഞ്ഞാലും ഞാൻ പോവില്ല. ഈ മുറി നല്ലോണം വൃത്തിയാക്കണമെന്ന് അമ്മ പറഞ്ഞത്. അമ്മ പറഞ്ഞാൽ ജീവൻ പോലെ ഞാൻ. അമ്മയോട് ഞാൻ ചോദിക്കട്ടെ, ഓരോ ശല്യങ്ങള്. സമ്മതിക്കില്ല അല്ലേ? കാണിച്ചേരാടാ. എനിക്കത് കാണാ. എന്തായി? നിന്റെ ശരീരം അങ്ങ് ശോഷിച്ചു പോയല്ലോ. ചോര തുപ്പാറായോ? തുപ്പുമ്പോ അറിയിക്കാം. ആ, ഒരു സത്യം പറയട്ടെ, ആ. അവൾ എന്നെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എണ്ണയിട്ട് മസിൽ പിടിച്ച് നിൽക്കുമ്പോ അവൾ എവിടെയെങ്കിലും വന്നെന്ന് എന്നെ ഒളിഞ്ഞു നോക്കും. വല്ലതും കട്ടോണ്ട് പോകുന്നുണ്ടോന്നായിരിക്കും. ഓടെ അത് കാണാൻ പോണ പോലുമല്ലേ. എടാ ഭക്ത, ആ ചൂല് ഗോപനെ കൊണ്ട് വലിയ ശല്യം. ആ അവൾ എന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ എവിടെ നിന്നെങ്കിലും ഒരു ചൂലും പൊക്കിക്കൊണ്ടുവരും. ആണല്ലോ. ഇത് തന്നെയാണ് എന്റെയും പ്രശ്നം. അവൻ ഒറ്റക്ക് കിട്ടുമ്പോ അവളെ വളച്ചാ പോരെ. വളച്ചാലും കിട്ടാൻ പോകുന്നില്ല. എന്നാലും അതല്ല എന്റെ ഒരു മര്യാദ. ഞാനൊരു കാര്യം പറയാം. നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഈ കോർപ്പറേഷൻ വെള്ളം വരുന്ന പൈപ്പിന്റെ മെയിൻ ടാപ്പ് നിനക്ക് അടക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ എനിക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. കാര്യം എന്തര്? അവന്റെ ചൂൽ ഷൈനിങ് അതോടെ നിൽക്കും. കോർപ്പറേഷൻ വെള്ളം നിന്നാൽ കിണറ്റിന്ന് വെള്ളം കോരേണ്ടി വരും. ഇന്നത്തെ നിലക്കാവുമ്പോ അവൻ തന്നെ കോരേണ്ടി വരുവേ. ചേടാ ഭയങ്കര. നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ വെറുതെ ആണല്ലേ. നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞ ഊതല്ലേ? എടാ, ഞാൻ പറഞ്ഞൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുമോ? സംശയം എന്ത്? എനിക്ക് ചെയ്തേ പറ്റൂ. അവന്റെ അമ്മൂമ്മയുടെ ഒരു ചൂല്. എന്തെല്ലാം കഷ്ടപ്പാട്. ഗോപ, അടുക്കളയിലേക്ക് 2 ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. ദാ കൊണ്ടുവരുന്നു. രണ്ടാക്കുന്ന എന്തിന്? ഒരു 10 എണ്ണം കൊണ്ടുവരും. മനുഷ്യനെ ഒരുമാതിരി. നല്ലൊരു അവസാനം ഉണ്ടായാൽ മതിയായിരുന്നു. എന്തോന്നാ തന്റെ ഒരു ഒടുക്കത്തെ കുടി? ഒരിക്കൽ കൂടി വേണമെന്നോ? വേണം വേണം. തരാം കേട്ടാ. പോന്നതിന് മുമ്പ് എല്ലാം കൂടെ ചേർത്ത് തരാം. ഓരോ ഹിന്ദി മാത്രം പോയാൽ മതിയായിരുന്നു. അല്ലേ അവനെ ഞാൻ ഒതുക്കി. പൈപ്പിന്റെ ടാപ്പ് അടച്ചു. ഇനി വൈകുന്നേരം വരെ അവൻ വെള്ളം കോരിക്കൊണ്ടിരിക്കും. അത് മതി, വരട്ടെ. ഒരു കാര്യം, നീ അരമണിക്കൂർ കൂടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പൈപ്പ് തുറന്നു വിടും. പിന്നെ ആ ചൂല് നേരെ നിന്റെ അടുത്ത് വരും. ഇല്ല ഇല്ല ഇല്ല, 1 മണിക്കൂറെങ്കിലും അവളെ സ്വൈരായിട്ട് കിട്ടുമല്ലോ. അരമണിക്കൂർ. ആ, അരമണിക്കൂർ. നീ ഇവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഗോപ, എനിക്കൊരു ബക്കറ്റ് വെള്ളം. ദാണ്ട കൊണ്ടുവരുന്നേ. ദൈവമേ, ഇപ്പോഴെങ്കിലും പൈപ്പിൽ വെള്ളം വരല്ലേ. എങ്ങോട്ടാ എങ്ങോട്ടാ? ഒരുമ്പോ തുടങ്ങിയിരിക്കുമല്ലോ. പറ മോളുടെ കല്യാണം. കല്യാണം കല്യാണം സദ്യ കാണുമോ? കാണും. 4 തരം പ്രഥമൻ വിളിക്കാൻ വന്നിരിക്കുന്നു. എന്നോ പിന്നെ കുളിക്കാം. ഗോപ, ഇപ്പൊ കൊണ്ടുവരാം.